പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫിസിക്സിന്റെ ഒന്നാമത്തെ പാഠഭാഗത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് ഇൻട്രൊഡക്ഷൻ ടു ഫിസിക്സ് എന്ന രൂപത്തിൽ ഫിസിക്സിന് ഒരു ആമുഖം, ഭൗതികശാസ്ത്രത്തിന് ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രവും ആ ചരിത്രത്തിലൂടെ മിന്നിമറഞ്ഞ വിവിധ സയന്റിസ്റ്റുകളുടെ വിവിധ വിഷയങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മൾ ചുരുക്കി അതിലൂടെ വിശദീകരിക്കുകയുണ്ടായി. അതൊരു തുടക്കം എന്നുള്ള നിലക്ക് നമ്മൾ അവതരിപ്പിച്ചതാണ്. നമുക്ക് 10ാം ക്ലാസ്സിൽ ഫിസിക്സ് പാഠപുസ്തകത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങളാണ് ആദ്യത്തെ 3 ചാപ്റ്ററുകളിൽ ഉള്ളത്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ ഫലങ്ങൾ, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് ആദ്യമായി വരുന്നത്. നമുക്കറിയാം, വൈദ്യുതി ഒരു ഊർജ രൂപമാണ്. ഫിസിക്സ് ഊർജത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. എബിലിറ്റി ടു ഡു വർക്ക് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ഊർജമില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മള് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഭക്ഷണമാണ് അവരുടെ ഊർജത്തിന്റെ അടിസ്ഥാനം. ഭക്ഷണം കഴിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ഊർജം വേണം. ആ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. ഈ ഊർജം പല രൂപത്തിൽ പ്രകൃതിയിലുണ്ട്, പല വിധത്തിലുള്ള ഊർജങ്ങളുണ്ട്. ആ ഊർജങ്ങളൊക്കെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഫിസിക്സിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. വി ക്യാൻ ചേഞ്ച് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. അതാണ് എനർജി കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്, ഊർജ സംരക്ഷണ നിയമം. എനർജിയെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എനർജി ക്യാൻ നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നാണ്. എനർജിയെ നമുക്ക് നിർമ്മിക്കാൻ സാധ്യമല്ല, നശിപ്പിക്കാൻ സാധ്യമല്ല. വി ക്യാൻ ട്രാൻസ്ഫോം ഇറ്റ് ഫ്രം വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പറയാം. ഇപ്പൊ നമ്മളൊരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തുന്നു എന്ന് പറയുമ്പോൾ, ഒരു ബൾബ് കത്തുന്നു, ബൾബ് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഓൺ ആവുകയാണ്. ആ ഇലക്ട്രിക്കൽ എനർജി ആ ബൾബ് പ്രകാശിക്കുന്നതോടുകൂടി അത് എന്തായി മാറുന്നു? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി, പ്രകാശിക ഊർജമായി മാറുകയാണ്. അതുപോലെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഒരു ഫാൻ കറങ്ങുന്നു അല്ലെങ്കിൽ മോട്ടോർ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അങ്ങനെ മാറുക. അങ്ങനെ എനർജിയെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. അത് മാറ്റാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ കണ്ടെത്തലുകളുടെ, മനുഷ്യന്റെ പുരോഗതിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റാൻ സാധിച്ചു. ഇപ്പോ നമുക്കറിയാം, ഒരു ഇലക്ട്രിക് അയൺ, ഒരു ഇസ്തിരിപ്പെട്ടി, നമ്മൾ ആ വൈദ്യുതി ആ പ്ലഗ് നമ്മൾ അതിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ വെച്ച് കഴിഞ്ഞ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇസ്തിരിപ്പെട്ടി തൊട്ടു നോക്കിയാൽ നമ്മുടെ കൈ പൊള്ളും. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹീറ്റ് എനർജി. അതുപോലെ നമുക്കറിയാം, നമ്മളിപ്പോ മൊബൈൽ ഫോണുകളും മറ്റുള്ള കാര്യങ്ങളും കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ ധാരാളമായി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത് ബൾബിലെ ഒരു പ്ലഗിലേക്ക് നമ്മൾ കുത്തുമ്പോ അവിടെ സംഭവിക്കുന്ന എന്താണ്? അവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്താണ്? മൊബൈൽ ഫോണിൽ ഉണ്ടാകുക ബാറ്ററിയാണ്. ബാറ്ററിയിൽ കെമിക്കൽസ് ആണുള്ളത്, അതുകൊണ്ട് കെമിക്കൽ എനർജിയാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഇൻവെർട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി സംവിധാനം ഉണ്ടാവും. ആ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി.
അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് വളരെ എളുപ്പത്തിൽ വിവിധ ഫോമുകളാക്കി മാറ്റാൻ പറ്റും, വിവിധ രൂപങ്ങളിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇലക്ട്രിക് എനർജിയുടെ ഒരു പ്രത്യേകത. തിരിച്ചും പറ്റും. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഒരു ബാറ്ററിയിൽ നിന്ന്, ആ ചാർജ് ചെയ്ത ബാറ്ററിയിൽ നിന്ന് നമുക്ക് ബൾബ് എത്തിക്കാൻ പറ്റും. കെമിക്കൽ എനർജി ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ലൈറ്റ് എനർജി. ഒരു ഫാൻ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കെമിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അങ്ങനെ നമുക്ക് അങ്ങോട്ടും മാറ്റാം. അപ്പൊ അങ്ങോട്ടും മാറ്റാം, ഇങ്ങോട്ടും മാറ്റാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അങ്ങനെ എനർജി ചേഞ്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ വൈദ്യുതിയുടെ 2 ഫലങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് താപഫലമാണ്, ഹീറ്റ് എഫക്റ്റ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇസ്തിരിപ്പെട്ടി, ഒരു ഇസ്തിരിപ്പെട്ടിയാണ്, വളരെ ചെറിയൊരു ഇസ്തിരിപ്പെട്ടി, ട്രാവൽ ഇലക്ട്രിക് ആണ്. ഇത് നമ്മളൊരു പ്ലഗിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞ് തൊട്ട് നോക്കിയാൽ നമുക്ക് ചൂടുണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ പ്ലഗിലേക്ക് കുത്തുന്നു, ഇതൊരു വയറാണ്, വയർ ഇങ്ങനെ വന്നു ഈ ഇസ്തിരിപ്പെട്ടിയിലൂടെ, ഈ ഇലക്ട്രിക് അയലിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ ഇസ്തിരിപ്പെട്ടി ചൂടാകുന്നു, ഇവിടെ മാത്രം ചൂടാകുന്നു. അപ്പൊ സാധാരണ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ചോദ്യം SSLC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിരുന്നു, നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇസ്തിരിപ്പെട്ടി ചൂടാകുന്നുണ്ട്, ബട്ട് ദ കണ്ടക്ടിങ് വയർ ഈസ് നോട്ട് ഹീറ്റഡ്. ഈ വയർ ചൂടാകുന്നില്ല, അതെന്തുകൊണ്ടാണ്? അത് ചോദ്യമാണല്ലോ. ഇതേ കാരണമല്ല ഈ വയറിലൂടെ കടന്നു പോയിട്ട് ഇസ്തിരിപ്പെട്ടിയിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. ഇസ്തിരിപ്പെട്ടി ചൂടാകുന്നുണ്ട്, എന്നാൽ ഈ വയർ ചൂടാകുന്നില്ല, എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മുടെ ചെറിയ ക്ലാസ്സുകളിൽ, താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വസ്തുക്കളെ നമ്മൾ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, അങ്ങനെ പലതും ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഒരു കോപ്പർ വയറാണ്. കോപ്പർ ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ. ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവർ ആണ്. അതിന്റെ 2ാം സ്ഥാനത്തൊക്കെ നിൽക്കാവുന്നതാണ് കോപ്പർ, പിന്നെ അലൂമിനിയം, അങ്ങനെ. അപ്പോ ഈ കറന്റ് പ്ലഗിൽ നിന്ന് ഇതും കോപ്പറാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കോപ്പർ വയറാണ്. ഈ കോപ്പർ വയറിലൂടെ കറന്റ് കടന്നുപോയി ഇതിന്റെ ഉള്ളിലും കോപ്പർ വയർ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ കോപ്പർ വയർ അല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ചൂടുമില്ല, എന്നാൽ ഇതിന്റെ ഉള്ളിൽ ചൂടുള്ളത്. ഇതിന്റെ ഉള്ളിലും ഒരു കണ്ടക്ടർ തന്നെയാണുള്ളത്. ആ കണ്ടക്ടർ കോപ്പർ അല്ല, അത് നിക്രോം എന്ന് പറയുന്ന ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം ലോഹങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള സംയുക്ത ലോഹസങ്കരങ്ങൾ എന്നൊക്കെ പറയും. അതാണ് ഇതിന്റെ ഉള്ളിലുള്ള നിക്രോം. നിക്കലും ക്രോമിയും മാംഗനീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു അലോയ് ആണ് നിക്രോം. ആ നിക്രോമാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പോൾ കറണ്ട് ഇങ്ങനെ ഈ കോപ്പർ വയറിലൂടെ കടന്നുപോയി, അത് നിക്രോമിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഇസ്തിരിപ്പെട്ടി, ഈ ഇലക്ട്രിക് അയൺ ചൂടാവുന്നത്. അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇവിടെ ഈ കണ്ടക്ടർ ചൂടാവുന്നില്ല. അതിന്റെ കാരണം എന്താണ്? കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ബിക്കോസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോപ്പർ വയർ ഈസ് വെരി ലെസ് ദാൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം വയർ. നിക്രോം, ഇതിനുള്ളിലുള്ള നിക്രോമിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. എന്നാൽ അതിന്റെ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആ കോപ്പർ വയറിന്റെ, ആ കോഡിന്റെ റെസിസ്റ്റൻസ് കുറവാണ്. കോപ്പർ റെസിസ്റ്റൻസ് കുറവാണ്. അപ്പൊ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് എനർജി വർദ്ധിക്കുന്നത്. കുറെ നേരം കഴിഞ്ഞാൽ കോപ്പർ വയറും ചൂടാവാം, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ നിക്രോം വയർ വളരെ പെട്ടെന്ന് ചൂടാവുന്നു, എന്നാൽ കോപ്പർ വയർ അങ്ങനെ ചൂടാവുന്നില്ല. അപ്പൊ നിക്രോമിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. കാരണം ഒരു എതിർപ്പ് ഉണ്ടാവുമ്പോഴേ ചൂടുണ്ടാവും. നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ പോലും അതല്ലേ ഉള്ളത്. ഒരു എതിർപ്പ് ഉണ്ടാവുമ്പോഴാണ് എന്തുണ്ടാവുക? അവിടെ ചൂടുണ്ടാവുക. ഇപ്പൊ നമുക്കറിയാം, നമ്മളെ കൈ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കുറെ നേരം ആക്കി വെക്കുക, ഒറ്റക്ക്. എന്നിട്ട് നമ്മൾ മുഖത്ത് വെച്ച് നോക്കുക, സ്പർശിച്ചു നോക്കും, അവിടെ ഒരു ചേഞ്ചും ഇല്ലല്ലോ. എന്നാൽ ഈ കൈയിന്റെ ചലനത്തെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ഈ കൈയും കൂടി വരുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ആക്കിയിട്ട് മുഖത്ത് വെച്ച് നോക്കും, ചൂടുണ്ടാവും. എന്തുകൊണ്ടാണ് ചൂടുണ്ടായത്? ഈ കൈയിന് ഇതിന്റെ ചലനത്തിനെ പ്രതിരോധിക്കും വിധം ഈ കൈ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചലിച്ചതാണ്. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എതിർപ്പ് ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തില് പ്രതിരോധം ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ വൈദ്യുത പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്നാൽ വൈദ്യുതി കടന്നു പോകുന്നുണ്ട്, കണ്ടക്ടറാണ്. അങ്ങനെയുള്ള സമയത്താണ് യഥാർത്ഥത്തിൽ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നത്, താപം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഒരു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വൈദ്യുത പ്രവാഹ തീവ്രത, അതുപോലെ ചാർജ്,
വോൾട്ടേജ്, കറന്റ്, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പൊ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോ അവിടെ നിന്നും ചാർജ് ഈ കണ്ടക്ടറിലൂടെ അങ്ങനെ പുറപ്പെട്ട് ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ആ ഉപകരണത്തിലേക്ക് എത്തുക. ആ ചാർജ് അതിന്റെ പ്രവാഹം ഒരു നിശ്ചിത സമയം, ഇപ്പൊ യൂണിറ്റ് ടൈമിൽ എത്രമാത്രം ചാർജുകൾ കടന്നു പോകുന്നു. ഇപ്പൊ ചാർജിന്റെ യൂണിറ്റ് നമ്മൾ താഴെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, കൂളോമാണ്. അപ്പൊ എത്ര കൂളോം ചാർജ് എത്ര സമയം കൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ അതിനെന്താ പറയാ, ക്യൂ ബൈ ടി, ചാർജ് ബൈ ടൈം, കൂളോം ബൈ സെക്കൻഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ്, ഐ എന്ന് പറയും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആംബിയർ. അപ്പൊ നമ്മൾ പഠിച്ചതാണ് ആംബിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ ആംബിയർ ആയാലും കൂളോം ആയാലും ഇതൊക്കെ വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ അവരുടെ പേരിന്റെ ചെറിയ ഭാഗങ്ങളാണ്. നമ്മൾ അവരുടെ ഓർമ്മക്കായി അവരെ ആദരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ന്യൂട്ടൺ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോ കൂളോം എന്ന് പറയുന്നത് നമ്മൾ ആ ചാർജിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെ ക്യൂ ബൈ ടിയിൽ നിന്ന് നമ്മൾ ഐയിലേക്ക് എത്തുന്നു. അതുപോലെ നമുക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ബിന്ദുവിൽ നിന്ന് ഒരു 1 പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് ചാർജ് കടന്നു പോകണം. ആ കടന്നു പോകണമെങ്കിൽ, ഒരു നിശ്ചിത ചാർജ് കടന്നു പോകണമെങ്കിൽ നമ്മൾ അവിടെ ഒരു വ്യത്യാസം ഉണ്ടാക്കണം, ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാക്കണം, എന്നാലേ കടന്നു പോകുള്ളൂ. ഇപ്പൊ കുറച്ച് ഭാഗത്ത് വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗത്തേക്ക് ഒഴുകി പോകണമെങ്കിൽ നമ്മൾ അവിടെ ഒരു വ്യത്യാസം ഉണ്ടാക്കണം, ഒരു ചാലോ എന്തെങ്കിലും കീറി കൊടുക്കണം, എന്നാൽ മാത്രമേ പോവുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ന്യൂനമർദ്ദം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ എന്താകുന്നു, കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു, അതുപോലെ മഴ ഉണ്ടാകുന്നു ഒക്കെ ഉണ്ടാകുന്നത് എന്താ, അവിടെ കാറ്റിന്റെ പ്രവാഹം ഉണ്ടാകുകയാണ്. മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക്, ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്ക്. അതുപോലെ തന്നെയാണ് കറന്റും, അതിലും പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകണം. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു ചാർജ് കടന്നു പോകണമെങ്കിൽ അവർക്കിടയിൽ എന്ത് വേണം, 1 കൂളോം ചാർജ് കടന്നു പോകണമെങ്കിൽ നമ്മൾ അവിടെ അവർക്കിടയിൽ ഒരു വോൾട്ടേജ് കൊടുക്കണം. അതിന് നമ്മൾ 1 വോൾട്ട് എന്ന് പറയും. അപ്പൊ വോൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറന്റ് കടന്നു പോകുള്ളൂ. അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്യുന്നതോടുകൂടി മാത്രമാണ് കറന്റ് ഉണ്ട് എങ്കിൽ, അഥവാ വൈദ്യുത പ്രവാഹം കറന്റ് ഇല്ലാത്തവർക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കാര്യമില്ല. കറന്റ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ചാർജ് പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്നും പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും. ആ പ്രവാഹത്തിന്റെ നിരക്കിനൊക്കെ നമുക്ക് എന്ത് പറയാ, ആ നല്ല പ്രവാഹം ഉണ്ടെങ്കിൽ നല്ല ഹൈ വോൾട്ടേജ് ഉണ്ട്, പ്രവാഹം കുറവാണെങ്കിൽ വോൾട്ടേജ് കുറവാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ നമുക്കറിയാലോ, നല്ലൊരു നമ്മളൊരു ടാങ്കിൽ ഫുൾ ടാങ്ക് വെള്ളം ഉണ്ട് എങ്കിൽ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന് നല്ല പവർ ഉണ്ടാവും. ഫുൾ ടാങ്ക് ഇല്ലെങ്കിലോ പവർ കുറഞ്ഞു വരും. അപ്പൊ എന്താ, ഹൈ വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ നല്ല പവറിൽ കിട്ടും, നല്ല വോൾട്ടേജ് കറന്റ് ഉണ്ടാവും, നല്ല പ്രകാശം ഉണ്ടാവും. പ്രകാശം നമ്മളെ ഉപകരണങ്ങളൊക്കെ നന്നായി പ്രവർത്തിക്കും. എന്നാൽ വോൾട്ടേജ് കുറവാണെങ്കിലോ ഉപകരണങ്ങൾ അതിനനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ, പ്രവർത്തനത്തിന്റെ വേഗത കുറയും ഒക്കെ ചെയ്യും. അപ്പൊ വോൾട്ടേജ്, അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ സർക്യൂട്ടിൽ നമുക്ക് ഇപ്പൊ കറന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കും. കറന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. എത്രയുണ്ട്, എത്ര ആംപിയർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അത് നമ്മൾ സാധാരണയായി ശ്രേണി രീതിയിൽ അഥവാ സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായി കറന്റിന്റെ അളവ്, ഐയുടെ അളവ് കിട്ടുള്ളൂ, എത്ര ആംപിയർ ഉണ്ടെന്ന് കിട്ടുള്ളൂ. എന്നാൽ നമ്മൾ വോൾട്ടേജ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്, വോൾട്ട് മീറ്റർ ആണ്. വോൾട്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു സർക്യൂട്ടിലാണെങ്കിൽ, ഒരു കണ്ടക്ടറിലാണെങ്കിൽ അതിന്റെ ഒരു ബിന്ദുവിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു, അടുത്തൊരു ബിന്ദുവിൽ നിന്ന് പോയിന്റ് എടുക്കുന്നു. ആ 2 ബിന്ദുവിൽ വോൾട്ട് മീറ്ററിന്റെ 2 നോബിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമുക്കതിനെ ആ നോബ്, ആ വോൾട്ട് മീറ്റർ ഫിറ്റ് ചെയ്യേണ്ടത് ആ വൈദ്യുത ഉപകരണത്തിന് സമാന്തരമായിട്ടാണ്, അഥവാ പാരലൽ ആയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ കൃത്യമായ വോൾട്ടേജ് കണക്കാക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് ഒരു വോൾട്ട് മീറ്റർ അവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുക. അപ്പോ അമ്മീറ്റർ നമ്മൾ ശ്രേണിയായി അഥവാ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുമ്പോൾ വോൾട്ട് മീറ്റർ അഥവാ വോൾട്ടേജ് അളക്കാൻ വേണ്ടി നമ്മൾ വോൾട്ട് മീറ്ററിനെ നമ്മൾ അതിനെ പാരലൽ ആയിട്ട് അഥവാ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കൃത്യമായ ആ ഒരളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ രീതിയിലാണ് അങ്ങനെ അളക്കുന്നത്. ഇനി നമ്മൾ പ്രതിരോധത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രതിരോധം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ നേരത്തെ നിക്രോമിനെ കുറിച്ച് പറഞ്ഞു. നിക്രോമിന് നല്ല പ്രതിരോധമുണ്ട്. അതുപോലെ വേറെയും ചില വസ്തുക്കളൊക്കെ ഉണ്ട്, ലോഹസങ്കരങ്ങൾ, അലോയ്സ് ഉണ്ട്. അപ്പൊ നിക്രോം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അതിന്റെ പ്രതിരോധം വളരെ കൂടുതലാണ്.
സ്വാഭാവികമായിട്ടും ഇസ്തിരിപ്പെട്ടിയിലൊക്കെ നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നു. ഇസ്തിരിപ്പെട്ടിയിൽ മാത്രമാണോ നിക്രോം ഉപയോഗിക്കുന്നത്? ഹീറ്ററിൽ ഉപയോഗിക്കുന്നു. അതുപോലെ ഹെയർ ഡ്രയർ, സോൾഡറിങ് അയണ്, കെറ്റില്, അങ്ങനെ കുറെ വസ്തുക്കളിലൊക്കെ നമ്മൾ നിക്രോം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ നിക്രോം ഉപയോഗിക്കുമ്പോൾ ആ നിക്രോം നന്നായിട്ട് ചൂടാകുമ്പോൾ അത് ഉരുകാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ ദ്രവണാംഗം വളരെ കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ അത് ഉരുകാതെ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന്റെ ദ്രവണാംഗം ധരിക്കണം വളരെ കൂടുതലായിരിക്കണം. പെട്ടെന്ന് ചൂടാവണം, ചുട്ടുപഴുക്കണം, പെട്ടെന്ന് ചൂടാവണം. കുറേ സമയം കഴിഞ്ഞ് ചൂടായിട്ട് കാര്യമില്ല, പെട്ടെന്ന് എന്താവണം, ചൂടാവണം. അപ്പൊ ഈ പ്രത്യേകതകളൊക്കെ ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നിക്രോമിനെ നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. തപനോപകരണങ്ങളിൽ, ഇലക്ട്രിക്കൽ ഹീറ്റിന് ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് ഫിലമെന്റ് ആയി നമ്മൾ ഉപയോഗിക്കുന്നത് നിക്രോമാണ്. എന്തുകൊണ്ട്? ഇത്രയൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ദ്രവണാംഗം വളരെ കൂടുതലാണ്, പെട്ടെന്നൊന്നും എന്തെങ്കിലും മെൽറ്റ് ചെയ്യില്ല. മെൽറ്റിംഗ് പോയിന്റ് ഈസ് വെരി ഹൈ. ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ആൻഡ് അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഗെറ്റിംഗ് റെഡ് ഹോട്ട്, പെട്ടെന്ന് ചൂടാവും. ഈ 3 പ്രത്യേകതകൾ നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നിക്രോമിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ് ഹീറ്റർ, അതുപോലെ കെറ്റില്, ഇലക്ട്രിക് അയൺ, അതുപോലെ ഹെയർ ഡ്രയർ, സോൾഡറിങ് അയൺ, അങ്ങനെ കുറെ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വേറെയും ചില ഉപകരണങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ കാണാം ഹീറ്റിംഗ് എഫക്റ്റിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇൻഡക്ഷൻ കുക്കറും സാധാരണ ഹീറ്ററും നമ്മൾ വ്യത്യാസമുണ്ട്, രണ്ടിന്റെയും ടെക്നോളജി വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്കറിയാം മൈക്രോവേവ് ഓവൻ, എഡി കറന്റ് ഉപയോഗപ്പെടുത്തുന്ന മൈക്രോവേവ് ഓവനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഈ താപത്തെ ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ്. അതുകൊണ്ട് അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അതിനുവേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫിലമെന്റ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഫിലമെന്റ് ആണ് നിക്രോം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സർക്യൂട്ട് ഡയഗ്രമുകൾ, അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു.